നമസ്കാരം. ചില സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കുറ്റകൃത്യങ്ങൾ പെരുകുന്ന കാലമാണ് ഇത്. ഇപ്പോൾ എല്ലാ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പോലും ടാറ്റു സെന്ററുകളും അതുപോലെ ബ്യൂട്ടി പാർലറുകളും നിറഞ്ഞു നിൽക്കുകയാണ്. ചില ബ്യൂട്ടി പാർലറുകൾ വലിയ പ്രശസ്തിയിലേക്ക് എത്തുന്നത് അവിടെ എത്തുന്ന സെലിബ്രിറ്റികളുടെ എണ്ണം കണക്കാക്കിയാണ്. തിരുവനന്തപുരം നഗരപരിധിയിൽ പേരൂർക്കടയിലുള്ള ലേഡീസ് സോൾ എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറിൽ നിരവധി സെലിബ്രിറ്റികൾ എത്താറുണ്ട്. സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളുമൊക്കെ അവിടെ എത്തി മറ്റ് സൗന്ദര്യ വർദ്ധക കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാറുണ്ട്. അങ്ങനെ ലേഡീസ് സോൾ സമൂഹമാധ്യമത്തിലൊക്കെ അതിപ്രശസ്തമായ ഒരു സ്ഥാപനമാണ്, ബ്യൂട്ടി പാർലറാണ്. അവിടെ മാതാപിതാക്കളോടൊപ്പം ഇതുപോലെ സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെൻറ്റിന് പോയ ഒരു പെൺകുട്ടിക്ക് ദുരനുഭവമുണ്ടായി. അത് ഈ ബ്യൂട്ടി പാർലർ ഉടമയിൽ നിന്ന് തന്നെയാണ്. ജി രതീഷ് എന്നാണ് ഇയാളുടെ പേര്. തിരുവനന്തപുരം നഗരത്തിൽ ഉള്ളൂരിനടുത്ത് പോങ്ങുമൂടാണ് ഇയാൾ താമസിക്കുന്നത്. മാതാപിതാക്കളോടൊപ്പം പോയ കുട്ടിയെ ഒരു ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇയാൾ ലൈംഗികമായി അതിക്രമിക്കുകയായിരുന്നു എന്നാണ് പേരൂർക്കട പോലീസിന് പെൺകുട്ടി മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത്. ധാരാളം സെലിബ്രിറ്റികൾ എത്തുന്ന പാർലർ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ പോയത്. പക്ഷേ അവിടുന്ന് ലൈംഗിക അതിക്രമമാണ് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. തിരുവനന്തപുരത്ത് പേരൂർക്കടയിലുള്ള ലേഡീസ് സോൾ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഈ അവസ്ഥ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. ഈ സ്ഥാപനം ഉടമ തന്നെയാണ് പെൺകുട്ടിയെ കയറി പിടിച്ചത് എന്നാണ് പരാതി. പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 3-4 ദിവസം മുൻപാണ് സംഭവം ഉണ്ടായത്. അതിനു മുൻപ് തിരുവനന്തപുരം നഗരത്തിൽ ഒരു ടാറ്റു സെന്ററിൽ നിന്ന് MDMA അടക്കമുള്ള നിരോധിത മയക്കുമരുന്നുകൾ പിടിച്ചതും വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ മാതാപിതാക്കൾക്കൊപ്പം പോലും ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിൽ പെൺകുട്ടികൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇവിടെ ഇപ്പോൾ കണ്ടത്. എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത്. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ മറവിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ മറ്റോ നടക്കുന്നുണ്ടോ എന്ന അന്വേഷണം കൂടി പേരൂർക്കട പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.